ശ്രീ അനൂപ്, ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ ചില സംശയങ്ങൾ ഉല്ലാസ് ബാബു ചോദിച്ചു വെച്ചിട്ടുണ്ട്. അതിന് താങ്കൾ മറുപടി നൽകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഈ രണ്ട് പാർട്ടികൾ, ഇപ്പോൾ BJP സംബന്ധിച്ചിടത്തോളം അവർ ശക്തമായൊരു തിരിച്ചുവരവിന് ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള ചില കളങ്ങളെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിന് തൊട്ടു മുമ്പാണ് ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നത്. ഒരു പക്ഷേ മധ്യവർത്തിയെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന, അത് തന്നെ ഗിമ്മിക്സ് ആണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർ ആവശ്യപ്പെട്ടിരുന്ന, ഒരു പക്ഷേ സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്ന ഒന്നാണ് ഈ നികുതി ഭാരം കുറയ്ക്കണം എന്നുള്ളത്. ഇതാ ഇപ്പോൾ നിർമ്മലാ സീതാരാമന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നു. അതിൽ 12 ലക്ഷം എന്ന നിലയിലേക്ക് ആദായ നികുതി സ്ലാബ് ഉയർത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ വലിയൊരു വിഭാഗം ആളുകളെ അതും സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നു. കെജ്രിവാളിന് മാറി നിൽക്കേണ്ടി വരുന്നു, ഒടുവിൽ രാജിവെക്കേണ്ടി വരുന്നു. പക്ഷേ കോൺഗ്രസിന് എങ്ങനെയാണ് ഈ അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒരംഗത്തെ പോലും നിയമസഭയിലേക്ക് എത്തിക്കാൻ പറ്റാതെ പോയ 2014-ലും 2020-ലും അങ്ങനെയുള്ള കോൺഗ്രസ് വലിയ മടങ്ങിവരവ് നടത്തും എന്നാണ് നേതാക്കൾ അവകാശപ്പെടുന്നത്. ഇതിനു മുൻപ് BJP പ്രതിനിധിയായ എന്റെ സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഉല്ലാസ് ബാബു അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശരിയാണ്. ഇതുപോലെ അന്ന് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന ചർച്ചയിൽ കോൺഗ്രസ് എടുത്തൊരു പൊസിഷൻ ഉണ്ട്. പക്ഷെ ആ പൊസിഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു BJP ഗവൺമെന്റ് സ്വീകരിക്കുന്ന നയ സമീപനങ്ങളുള്ള ഞങ്ങളുടെ നിലപാടാണ്. താങ്കൾ തന്നെ സൂചിപ്പിച്ചു, പ്രഫുൽ പട്ടേൽ അടക്കമുള്ള ആളുകൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ അവർ അഴിമതിക്കാരല്ല, അല്ലാത്ത പക്ഷം അവർ അഴിമതിക്കാരാണ് എന്ന് പറയുന്ന ഒരു സമീപനം BJP തന്നെ പല സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ ഉദാഹരണങ്ങളുണ്ട്. തൃണമൂലിനുണ്ടായിരുന്ന ആളുകളുണ്ട്, അതുപോലെ ശിവസേനയുടെ ഭാഗമായിട്ടുള്ള ആളുകളുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ള അടിസ്ഥാനപരമായ പ്രശ്നം, ആം ആദ്മി പാർട്ടി ഈ കേരളത്തിലടക്കം അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങൾ പറയുന്നത് BJPയുടെ യഥാർത്ഥ ബദൽ ഞങ്ങളാണ്. അത് BJPക്ക് ബദലാവാൻ ഇന്ന് ഇന്ത്യയിൽ ശേഷിയും ക്ഷേമുഷിയുമുള്ള ഏക പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പൊ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് നമുക്കറിയാം, അതിന് എന്താണ് പ്രത്യയശാസ്ത്രം എന്ന് ചോദിച്ചാൽ അവർക്കൊരു പ്രത്യയശാസ്ത്രമില്ല. അപ്പോ BJPയെ സംബന്ധിച്ച് BJPയുടെ പ്രത്യയശാസ്ത്രം ഞങ്ങൾ എതിർക്കുന്നു. പക്ഷെ BJPക്ക് ഒരു പ്രത്യയശാസ്ത്രവും അത് സാംസ്കാരിക ദേശീയതയിൽ അധിഷ്ഠിതമായ പാർട്ടിയാണ്, ഒരു തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു സെൻട്രൽ ലെഫ്റ്റ് പൊസിഷൻ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. ലോകത്തെമ്പാടും അങ്ങനെയാണ്. ഇപ്പോ അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറയുന്നത് തീവ്ര ദേശീയ പാർട്ടിയാണ്. ലേബർ പാർട്ടി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടിയാണ്. ബ്രിട്ടനിലെ കൺസർവേറ്റീവ് പാർട്ടി, ലേബർ പാർട്ടി ഒക്കെയുണ്ട്. ഡെമോക്രാറ്റ്സിന്റെ പാർട്ടിയും കൺസർവേറ്റീവ് ഉള്ള പോലെ ഇന്ത്യക്കകത്ത് BJP തീവ്ര വലതുപക്ഷ നിലപാട് സ്വീകരിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളെ, ജനാധിപത്യ അവകാശങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഒരു പൊസിഷൻ സ്വീകരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. പക്ഷെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അതൊരു സീറോ ഐഡിയോളജി പാർട്ടിയാണ്. സീറോ ഫാമിംഗ് എന്ന് പറയുന്ന കൃഷിയെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട്. പക്ഷേ താങ്കൾ പറയുന്നത് പോലെ സീറോ ഐഡിയോളജിയുള്ള ആ പാർട്ടി ഇന്ന് 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട്. ഒരു സംസ്ഥാനം, അതും രാജ്യ തലസ്ഥാനമാണ്, ഭരണസിരാ കേന്ദ്രമാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. മറ്റൊന്ന് പഞ്ചാബ്. ഈ 2 സംസ്ഥാനങ്ങൾ അവർ ഭരിക്കുകയല്ലേ ശ്രീ അനൂപ്? അല്ല, അത് ഞാൻ പറയില്ലേ, എന്താണ് ആം ആദ്മി പാർട്ടിയുടെ അടിത്തറ എന്ന് പറയുന്നത്? പോപ്പുലിസ്റ്റായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന ഒരു പാർട്ടിയാണ്. ഈ പോപ്പുലിസ്റ്റ് മുദ്രാവാക്യങ്ങൾ, ജനപ്രിയമായ പദ്ധതികൾ ആവിഷ്കരിച്ച കാര്യത്തിൽ കോൺഗ്രസിനെ ബീറ്റ് ചെയ്യാവുന്ന വേറെ ഏത് പാർട്ടിയാണുള്ളത്? ഇവിടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പോലെ, ഭക്ഷ്യസുരക്ഷാ നിയമം പോലെ ഏറ്റവും സാധാരണക്കാരെ ബാധിക്കുന്ന കാര്യങ്ങളിൽ അത്തരമൊരു നിലപാട് പറയുന്നത് അത് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോഴുള്ള കാര്യമല്ലേ? ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയും ഭക്ഷ്യസുരക്ഷാ പദ്ധതിയും ഒക്കെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോൾ നടക്കുന്ന ഒന്നാണ്. സംസ്ഥാനത്ത് ഡൽഹിയിൽ അധികാരത്തിൽ വന്നപ്പോൾ ഡൽഹിയിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രത്യയശാസ്ത്രം ഇല്ല എന്നതാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പോരായ്മ. ജനങ്ങൾക്ക് ക്ഷേമ പദ്ധതികൾ വിഭാവനം ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ, അവരുടെ ജീവിത സമ്മർദ്ദം കുറയ്ക്കുന്നുവെങ്കിൽ എന്തിനാണ് ഒരു പ്രത്യയശാസ്ത്രം? താങ്കളെ പോലെ ഒരു ജേർണലിസ്റ്റ്, ഒരു മാധ്യമ പ്രവർത്തകൻ എന്തിനാണ് പ്രത്യയശാസ്ത്രം? പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർക്കാത്ത ഒരു പാർട്ടിയൊക്കെ ഇന്ത്യയുടെ ചരിത്രത്തിൽ താങ്കൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർക്കാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, അത് പ്രാദേശിക പാർട്ടിയാവട്ടെ,
കേരളത്തിലെ രാഷ്ട്രീയം എടുത്തു നോക്കൂ, CPIM-ന്റെ രാഷ്ട്രീയം എടുത്തു നോക്കൂ, CPI-യുടെ രാഷ്ട്രീയം എടുത്തു നോക്കൂ, കേരള കോൺഗ്രസിന്റെ, ഈ BJP-യുടെ രാഷ്ട്രീയം എടുത്തു നോക്കൂ. എവിടെയൊക്കെ അവർ ജമ്മു കാശ്മീർ BJP ഭരിച്ചത് ആരുടെ സഖ്യത്തോടു കൂടിയായിരുന്നു എന്ന് താങ്കൾ ആലോചിച്ച് നോക്കൂ. അത് എപ്പോഴാണ് ആ സഖ്യം പിരിഞ്ഞത്? അഭിലാഷേ, അത് അല്ല, താങ്കൾ പറഞ്ഞു കഴിഞ്ഞോ? പറയൂ. അഭിലാഷെ, ഞാൻ പറയുന്നത് പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർക്കുന്നതോ അതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതോ പ്രത്യയശാസ്ത്രമേ ഇല്ലാതിരിക്കുന്നതോ രണ്ടും സമീകരിക്കത്തക്ക കാര്യമാണോ? ഇത് അങ്ങനെയല്ല ഞാൻ ഭാഷയിൽ ഇതിനെ രണ്ടും സമീകരിക്കേണ്ടതാണോ? ഇത് നിങ്ങളുടെ പാർട്ടിക്ക് ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടോ എന്ന്, ഇത് ഞാൻ പറഞ്ഞതല്ലല്ലോ. കെജ്രിവാളിനോട് നിങ്ങൾ ഇടത്തോ വലത്തോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇടത്തുമല്ല വലത്തുമല്ല, ഞങ്ങൾ മുന്നിലേക്കാണ് എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ക്ലാരിറ്റി കുറവുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ പറയുന്ന മുദ്രാവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് BJP രാജ്യം ഭരിക്കുമ്പോൾ BJPക്കെതിരായി ഒരു ബദൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ള പിന്നോക്ക ജനവിഭാഗങ്ങളുള്ള ആളുകൾ പ്രതീക്ഷയോടുകൂടി കാണേണ്ടത് കോൺഗ്രസിനെയാണെന്ന് ആവർത്തിച്ച് ആധികാരികമായി പറയാൻ നിങ്ങൾക്ക് കഴിയും. താങ്കൾ ചോദിച്ചു ജനപ്രിയമായ താങ്കൾക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ പറയാം, പക്ഷേ അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ പറയാൻ സാധിക്കും? അയാൾ മറ്റൊരു പാർട്ടിയുടെ നേതാവല്ലേ ശ്രീ അനൂപ്? അല്ല, ഞാൻ പറയുന്ന അരവിന്ദ് കെജ്രിവാളിന് അങ്ങനെ പറയാൻ കഴിയുന്നില്ല എന്ന ഇടത്താണ് അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയുടെ അദ്ദേഹം ഇതാ BJP-യെ പോലെ, അതായത് രാജ്യം ഒട്ടടങ്കം പടർന്ന് പന്തലിച്ച് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന രാജ്യത്തെ തന്നെ പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അധികാരത്തിന്റെ ഭാഗമാകുന്ന ഒരു പാർട്ടിക്ക് ബദൽ ഞങ്ങളാണ് എന്ന് പറയുമ്പോൾ അതിനെ ചെറുതായാണോ കാണേണ്ടത്? അത് അയാൾ ആ പാർട്ടിയെ വെല്ലുവിളിക്കുകയല്ലേ? അല്ല, എങ്ങനെയാണ്, അതിലേക്ക് തന്നെയാണല്ലോ ഞാൻ തുടക്കം മുതൽ സംസാരിക്കുന്നത്. അത് തന്നെയാണല്ലോ ഞാൻ പറയുന്നത്. എങ്ങനെയാണ് BJP-യെ നേരിടാൻ നിങ്ങളുടെ കയ്യിൽ എന്താണ് BJP-യിൽ നിന്ന് ഗുണകരമായി വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന ഒരു ബദൽ എന്ന് ചോദ്യത്തിന് ഉത്തരം പറയാൻ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോഴും കഴിയുന്നില്ല. ശ്രീരാമനെ കേന്ദ്രീകരിക്കുന്ന ഒരു പാർട്ടിക്ക് ഹനുമാനാണ് ബദൽ എന്ന് പറയുന്നിടത്ത് തുടങ്ങുന്നു ആം ആദ്മി പാർട്ടിയുടെ ഈ പ്രത്യയശാസ്ത്ര പ്രശ്നം എന്ന് പറയുന്നത്. BJP-യിൽ നിന്ന് ഗുണപരമായി യാതൊരു തരത്തിലും മുന്നോട്ട് വെക്കാവുന്ന ഒരു അജണ്ടയും ആം ആദ്മി പാർട്ടിക്കില്ല എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളടക്കമുള്ള പിന്നോക്ക ജനവിഭാഗങ്ങളടക്കമുള്ള ആളുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇത്തവണത്തെ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ അങ്ങ് വായിച്ചിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ജാതി സെൻസസിനെ കുറിച്ച്, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി വളരെ ആധികാരികമായി ഈ നാട്ടിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളോട്, വനിതകളോട്, യുവാക്കളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര മാനിഫെസ്റ്റോ ആണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനോപകാരപ്രദമായ നിരവധി മുദ്രാവാക്യങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ തന്നെ നമുക്കറിയാമല്ലോ, ഇവിടെ ജനപ്രിയമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടി അടക്കം സൃഷ്ടിച്ചൊരു മാതൃകയുണ്ട്. ഈ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടപ്പിലാക്കിയപ്പോൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ നടപ്പിലാക്കാൻ നോക്കി ഒരാഴ്ച കൊണ്ട് അവസാനിപ്പിച്ച ഗവൺമെന്റാ. അപ്പൊ ജനപ്രിയ മാതൃകയുടെ കാര്യത്തിൽ, ജനോപകാരപ്രദമായ ഇതിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് ക്ലാസ് എടുക്കാവുന്ന ഔന്നത്യം ആം ആദ്മി പാർട്ടിക്ക് ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചത് മാത്രമല്ല, മറിച്ച് BJP-യെ നേരിടാവുന്ന ഒരു പ്രത്യയശാസ്ത്ര ക്ലാരിറ്റി ഉണ്ട്, ഒരു നിലപാടുണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഇല്ലാത്തത് അത് തന്നെ.